ഫ്രണ്ട്സ്, ഈ വരുന്ന ചന്ദ്രയാനത്തിന് ഫസ്റ്റ് പഠിക്കാൻ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് പഠിച്ചാലോ? മനുഷ്യൻ ചന്ദ്രനിൽ ആദ്യമായി കാലുകുത്തിയത് എന്ന്? ഉത്തരം 1969 ജൂലൈ 21. ആദ്യമായി ബഹിരാകാശത്ത് എത്തിയ ഇന്ത്യൻ വനിത? ഉത്തരം കൽപ്പന ചൗള. ഏറ്റവും തിളക്കമുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശുക്രൻ. വലയങ്ങളുള്ള ഗ്രഹം ഏതാണ്? ഉത്തരം ശനി. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഉപഗ്രഹം? ഉത്തരം വ്യാഴത്തിന്റെ ഉപഗ്രഹമായ ഗാനിമേഡ്. ചോദ്യം 6. ഭൂമിയുടെ ഏറ്റവും അടുത്തുള്ള ആകാശഗോളം ഏതാണ്? ഉത്തരം ചന്ദ്രൻ. ചന്ദ്രനിൽ ദൃശ്യമാകുന്ന ആകാശത്തിന്റെ നിറം എന്താണ്? ഉത്തരം കറുപ്പ്. സൗരയൂഥത്തിലെ ഏറ്റവും വലിയ ഗ്രഹം ഏതാണ്? ഉത്തരം വ്യാഴം. മനുഷ്യൻ ആദ്യമായി ചന്ദ്രനിൽ ഇറങ്ങിയ ഭാഗം അറിയപ്പെടുന്നത് എങ്ങനെയാണ്? ഉത്തരം പ്രശാന്ത സമുദ്രം. ബഹിരാകാശത്തെത്തിയ ആദ്യ ഇന്ത്യക്കാരൻ ആരാണ്? ഉത്തരം രാകേഷ് ശർമ്മ. ഇതുവരെ ആകെ എത്ര പേർ ചന്ദ്രനിൽ ഇറങ്ങിയിട്ടുണ്ട്? ഉത്തരം 12 പേർ. ഇന്ത്യയുടെ ആദ്യ കൃത്രിമോപഗ്രഹം? ഉത്തരം ആര്യഭട്ട. ഇന്ത്യയുടെ ആദ്യ ചാന്ദ്ര ദൗത്യം? ഉത്തരം ചന്ദ്രയാൻ 1. ഇന്ത്യയുടെ ആദ്യ ചൊവ്വ ദൗത്യം? ഉത്തരം 2014 മംഗൾയാൻ. ഇന്ത്യയുടെ ആദ്യ വാർത്താവിനിമയ ഉപഗ്രഹം ഏതാണ്? ഉത്തരം 1987 ആപ്പിൾ. വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്കായി ഇന്ത്യ വിക്ഷേപിച്ച കൃത്രിമോപഗ്രഹം? ഉത്തരം 2004 എഡ്യൂസാറ്റ്. ആധുനിക ബഹിരാകാശ ശാസ്ത്രത്തിന്റെ പിതാവെന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം ഗലീലിയോ ഗലീലി. കേരളത്തിലെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? ഉത്തരം തിരുവനന്തപുരത്തെ തുമ്പ. നിലവിലെ ISRO ചെയർമാൻ ആരാണ്? ഉത്തരം S സോമനാഥ്. ബഹിരാകാശത്ത് ഭൂമിയെ ചുറ്റി സഞ്ചരിച്ച ആദ്യ ജീവി ഏതാണ്? ഉത്തരം ലൈക്ക എന്ന നായ. പ്രഭാത നക്ഷത്രം, സായാഹ്ന നക്ഷത്രം എന്നെല്ലാം അറിയപ്പെടുന്ന ഗ്രഹം ഏതാണെന്ന് നിങ്ങൾക്കറിയാമോ? ഉത്തരം ശുക്രൻ. നീലഗ്രഹം എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭൂമി. ചന്ദ്രനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏതു പേരിലാണ്? സെലനോളജി. ഒരു വ്യാഴവട്ടം എന്നത് എത്ര വർഷമാണെന്ന് നിങ്ങൾക്കറിയാമോ? 12 വർഷം. ചുവന്ന ഗ്രഹം എന്നറിയപ്പെടുന്നത്? ചൊവ്വ. താങ്ക് യു.